ഹായ് ടു ഓൾ. നമ്മൾ പല സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട്. സാഹചര്യം കഠിനമാകുമ്പോഴാണ് ആ സാഹചര്യങ്ങളാണ് നമ്മളായി വളർത്തുന്നത്. നമ്മുടെ ഒറിജിനൽ ആർജവും ഊർജവും ഒക്കെ അതിനു വേണ്ടി വിനിയോഗിച്ച് നമ്മൾ ആ പ്രതിസന്ധിയെ മറികടക്കുന്നത്. ഞാനതിനൊരു ഉദാഹരണമായിട്ട് ഇത് കണ്ടോ, ഒരു ചെടിയാണ്. ഇത് കുറേ ചെടികളുണ്ട്. ഇത് ഏകദേശം എനിക്കാണ് ഈ വർഷം മഴ തന്നെ പെയ്യുന്നത്. കഴിഞ്ഞ വർഷം പെയ്ത വെള്ളക്കെട്ടിൻ്റെ ഇതാണത്. ഈ വർഷം അങ്ങനെ വലിയ കാര്യമാണ്, ചെറിയ ചെറിയ മഴകൾ പെയ്യുന്നുണ്ട്. ഒരു ഫെബ്രുവരി മാർച്ചിൽ പെയ്ത ഇതിപ്പോൾ ജൂൺ ഇന്ന് 24 തീയതി. അതേക്ക് ഈ ചെടി നിൽക്കുന്നുണ്ട്. ഇതിനാരും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണോ? അല്ല. വളം ഇട്ട് കൊടുത്തിട്ടുണ്ടോ? പരിപാലിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അതിൻ്റെ ആ സ്വതസിദ്ധമായ ഇതിൽ അതിൻ്റെ ആഴ്ന്നിറങ്ങി ആ ഒരു പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് അതിനെ മറികടന്ന് ഈ നിൽക്കുന്ന പച്ചപ്പുകളെല്ലാം ഒരു 2 മാസം കഴിയുമ്പോൾ കരിഞ്ഞ്. പക്ഷെ ഇത് മൊത്തം ഇല്ലാതെ പോകുന്ന സമയങ്ങളുണ്ടാകും. പക്ഷേ അടുത്ത മഴ പെയ്യുമ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഒരു വർഷക്കാലം ഇങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ കവർ മാറി. കാരണം നല്ല ചില പച്ച കരിയും പച്ച ഞാൻ കാണിച്ചിട്ട് വെള്ളം ഇതിനുള്ള വെള്ളമുണ്ട്. കാരണം ഈ വാട്ടർ കണ്ടിൻ്റെയാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെയാണല്ലേ പ്രകൃതിയിൽ എല്ലാവർക്കും സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് ഈ പ്രപഞ്ചം എല്ലാവരിലും എല്ലാ കാര്യങ്ങളിലും ചരാചരങ്ങളിലും ഇത് കൊടുത്തിട്ടുണ്ട് ദൈവം. അപ്പം അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളാണ്, നമ്മുടെ ഉള്ളിലും കുടികൊള്ളുന്ന ദൈവമാണ്. അത് തിരിച്ചറിഞ്ഞ് നമുക്ക് തീർച്ചയായിട്ടും ജീവിക്കാൻ സാധിക്കും. പ്രശ്നങ്ങൾ വരുന്നത് നമ്മളെ തകർക്കാൻ വേണ്ടില്ല, നമ്മളെ ഒന്നും കൂടെ ഉഷാറാക്കുവാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക്സ്.